രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘത്തെ കുവൈറ്റ് സുരക്ഷാ സേന തകർത്തു. നിരോധിത സംഘടനയുമായി ബന്ധമുള്ള 16 പേരെയാണ് അധികൃതർ പിടികൂടിയത്. രാജ്യത്തെ സുപ്രധാന കേന്ദ്രങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഗൂഢാലോചനകൾ നടത്താനും ശ്രമിച്ച സംഘമാണിത് എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പിടിയിലായവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അതിശക്തമായ നടപടിയുമായാണ് കുവൈറ്റ് സുരക്ഷാ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിനൊടുവിലാണ് 16-അംഗ സംഘം പിടിയിലായത്. ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള ഇവർ രാജ്യത്ത് വലിയ തോതിലുള്ള അസ്ഥിരത സൃഷ്ടിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. പിടിയിലായ സംഘത്തിൽ 14 കുവൈറ്റി പൗരന്മാരും 2 ലബനൻ സ്വദേശികളുമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുക, അരാജകത്വം പടർത്തുക, ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. പബ്ലിക് പ്രോസിക്യൂഷന്റെ അനുമതിയോടെ നടത്തിയ റെയ്ഡിൽ ഇവരിൽ നിന്ന് ഞെട്ടിക്കുന്ന ആയുധശേഖരമാണ് കണ്ടെടുത്തത്. ആധുനിക തോക്കുകൾ, വെടിയുണ്ടകൾ, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആയുധങ്ങൾ എന്നിവയ്ക്ക് പുറമെ എൻക്രിപ്റ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഡ്രോണുകളും ഇവർ കൈവശം വച്ചിരുന്നു. ഭീകര സംഘടനകളുടെ പതാകകളും ഭൂപടങ്ങളും പണവും മയക്കുമരുന്നും സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നോ എന്നും ഇവർക്ക് പ്രാദേശികമായി ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ എന്നും അധികൃതർ പരിശോധിച്ചു വരികയാണ്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ പിടികൂടിയേക്കും. രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു നീക്കവും അനുവദിക്കില്ലെന്നും ഇത്തരം ശക്തികളെ കർശനമായി നേരിടുമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു. സംഭവത്തെ തുടർന്ന് തന്ത്രപ്രധാന മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിദേശ ഇടപെടലുകൾ തടയുന്നതിനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് കുവൈറ്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനം, കുവൈറ്റ്.